ഹലോ, വെൽക്കം ബാക്ക് ടു ചിപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ന് റെസിപ്പി കൊണ്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരി. ഇപ്പം മാങ്ങയുടെ സമയമാണല്ലോ. അപ്പം നമ്മുടെ വീടുകളിലായിക്കോട്ടെ റോഡുകളിലൊക്കെ മാങ്ങ വിൽക്കാനും എല്ലാം ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന 1-2 മാങ്ങയോ അല്ലെങ്കിൽ ഏറെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാങ്ങ എടുത്ത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ റെഡിയാക്കാം. മാമ്പഴത്തിൻ്റെ എല്ലാം തൊലി കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാം. ചട്ടിക്കകത്താണ് ഈ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കുന്നത്. അതിന് നമുക്ക് ആ തൊലി കളഞ്ഞ മാങ്ങ ഈ ചട്ടിയിലോട്ടിട്ട് ഈ മാങ്ങ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ തിളയ്ക്കുന്ന ആ സമയം തന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടെ കീറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ലേനപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് അടച്ചു വെച്ച് നമുക്ക് മാങ്ങ വേകുന്നത് വരെ വേവിക്കാം. ഇനി മാങ്ങ വേകുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുത്തോണ്ട് വേഗം വരാം. പച്ചമുളക് നമ്മൾ മാങ്ങ വേകുന്നതിലും ഇട്ടിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇടാൻ. 1/2 ടീസ്പൂൺ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി മാങ്ങയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് പുളിപ്പുണ്ടോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമായതുകൊണ്ട് ഒരു പുളിയൊക്കെ വേണ്ടേ പുളിശ്ശേരിക്ക്. അപ്പം ഞാൻ ഒരു ശകലം തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. നമ്മൾ അരച്ചത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അത് ഈ വെന്ത മാമ്പഴത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിമിൽ വെച്ചാണ് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കിതിൻ്റെ ആ പച്ചമണം മാറി ഉടനെ ഓഫാക്കാം. കാരണം തേങ്ങ അരച്ചതായതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് അടുപ്പിലിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി ഓഫാക്കി ഇനി അടുത്തത് നമുക്ക് കടുക് താളിക്കാം. ഇനി നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലെ ലാസ്റ്റ് ഭാഗമായ കടുക് താളിക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, ലേശം മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി, കറിവേപ്പില ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരി മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ മാമ്പഴ പുളിശ്ശേരി റെഡിയാകും. ഈ കടുക് ഈ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ച് അങ്ങനെ നമ്മുടെ എത്ര വേഗം നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പം മാമ്പഴ സീസൺ ആണല്ലോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.